നമ്മുടെ കേരള PSC ഏപ്രിൽ മാസത്തിൽ നടത്തുന്ന പരീക്ഷയുടെ കലണ്ടറും അതായത് എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട്, അതിൻ്റെ സിലബസ് എന്താണ്, എപ്പോഴാണ് പരീക്ഷ നടക്കുന്നത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഏപ്രിൽ 2026 PSC നടത്താൻ പോകുന്ന പരീക്ഷയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിൻ്റെ ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ഒരു ഔട്ട്ലുക്ക് ആദ്യം തന്നെ തരാം. ആദ്യം ആ പോസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ടാവും, ഏത് പോസ്റ്റാണെന്ന് കൊടുത്തിട്ടുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ് വൈഡ് ആണോ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, പിന്നെ എക്സാമിനേഷൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ അഡ്മിറ്റ് കാർഡ് എന്ന് ലഭിക്കുമെന്ന് കൊടുത്തിട്ടുണ്ട്, കൺഫർമേഷൻ ഡേറ്റ് ഏത് മുതൽ ഏത് വരെ എന്ന് കൊടുത്തിട്ടുണ്ട്, മെത്തേഡ് ഓഫ് എക്സാമിനേഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഏത് ഭാഷയിലാണ് പരീക്ഷ എഴുതാൻ പറ്റുക, പിന്നെ പരീക്ഷയുടെ ഡ്യൂറേഷൻ എത്ര മണിക്കൂറാണ് പരീക്ഷ എന്ന് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഉദ്യോഗാർത്ഥികൾ എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട്, 247 പേരാണ് ഇതിന് അപേക്ഷിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് സിലബസും ലഭിക്കുന്നതാണ്. സോ ഇങ്ങനെ ഒരുപാടധികം പോസ്റ്റുകൾ ഏപ്രിൽ മാസത്തിൽ PSC നടത്താനായിട്ട് പോകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില പോസ്റ്റുകളിൽ പ്രിസൺ ആൻഡ് കറപ്ഷണൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 2 പോസ്റ്റുകൾ ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾ കൊടുത്തിട്ടുള്ള കാറ്റഗറി നമ്പർ വെച്ച് എടുത്ത് നോക്കാം കേട്ടോ അപേക്ഷിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ അപേക്ഷിച്ചതാണ് മിനിമം 10th ബേസിൽ വിളിക്കുന്ന നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ്. അതിൻ്റെ പരീക്ഷ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ അപേക്ഷകർ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ 59ാമത്തെ പോസ്റ്റാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ കലണ്ടറിൽ. കാറ്റഗറി നമ്പർ 420/2025 നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആയിരുന്നു. പ്രിസൺ ആൻഡ് കറപ്ഷണൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ആയിരുന്നു ഇത്. ഇതിൻ്റെ പരീക്ഷ 18/4/2026 നടക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്ന ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഓൾസോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ കൺഫർമേഷൻ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ OMR ബേസിൽ ഇതിൻ്റെ എക്സാം നടക്കാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാമിൻ്റെ പാർട്ടുകൾ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ പാർട്ടുകൾ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ലാസ്റ്റ് പറഞ്ഞുതരാം ഈ പാർട്ടുകൾ എന്തൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ. 1.5 മണിക്കൂറിൻ്റെ പരീക്ഷയാണ്. 1,32,879 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. സോ അപേക്ഷകർ നല്ലതുപോലെ ഉണ്ട്, കോമ്പറ്റീഷൻ ലെവലുണ്ട്. അപ്പോൾ നമ്മുടെ PDF മെറ്റീരിയൽ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് PDF നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കഴിഞ്ഞ തവണ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതുപോലെ തന്നെ ഈ പ്രിസൺ ഓഫീസറിൻ്റെ ഇതേ സിമിലർ PDF ആണ് പ്രിസൺ ഓഫീസറിനെയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കുട്ടിയെ ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രിസൺ ഓഫീസർ ഫീമെയിൽസിൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും 100% യൂസ് ആയിട്ടുള്ള കാര്യം നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെയും അതുപോലെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് എക്സാക്ട് ക്വസ്റ്റ്യൻസ് വന്നെയും പല രീതിയിലൊക്കെ വന്നതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിലവിൽ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമാണ് കേട്ടോ ഉള്ളത്. സ്പെഷ്യൽ ടോപ്പിക്ക് 20 ചോദ്യം, അതായത് 20 മാർക്ക്, 20 ചോദ്യമല്ല 20 മാർക്ക് നിങ്ങൾക്ക് കൺഫേം ആക്കാൻ പറ്റുന്ന PDF മെറ്റീരിയലാണ് ഉള്ളത്. അത് ഏതൊക്കെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു പ്രോബബിലിറ്റിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു PDF ആണ്. അതുപോലെ തന്നെ കേരള പോലീസിൻ്റെ ഉണ്ട്. അത് നിങ്ങൾ വാങ്ങി പഠിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. കഴിഞ്ഞ തവണ ഒരുപാട് പേര് പഠിച്ചിട്ട് അവർക്ക് യൂസ്ഫുൾ ആയിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിലബസ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തതായിട്ട് ലഭിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ സിലബസ് ലഭിക്കും. അപ്പോൾ ഈ ഒരു ഓൾ PDFൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ മൊത്തം ഡീറ്റെയിൽസ് ലഭിക്കേണ്ട PDFൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. മൊത്തം 170 പരീക്ഷകളാണ് ഏപ്രിൽ മാസത്തിൽ PSC നടത്തുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കേണ്ട.